നമസ്കാരം നൻപ ബെസ്റ്റ് ഫോർവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിരിയാണി റെസിപ്പിയാണ്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന രസക്കൂട്ടുകളിലേക്ക് ഇന്നൊന്ന് പോകാം. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്, 2-3 വെള്ളം കഴുകി തോർത്തി എടുക്കുന്നുണ്ട്. നമ്മളിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്, ഏലക്ക, കിസ്മിസ്, കാഷ്നട്ട്, കുരുമുളക്, പിന്നെ നമ്മളൊരു ഡാൽഡ 100 ഗ്രാമിൻ്റെ 2 ചെറിയ പാക്കറ്റാണ്. കൂടാതെ പട്ടയും ഗ്രാമ്പും, ഏലക്ക, ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ക്യാപ്സിക്കം, തൊണ്ടമുളക്, കൂടാതെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പം നമുക്ക് അടുപ്പിലേക്ക് പോവാം. നമ്മൾ 2 കിലോയുടെ റൈസാണ് വയ്ക്കുന്നത്. അപ്പോൾ വെള്ളശാലം കൂടുതലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പാണ് ഇടുന്നത്. റൈസിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് നമ്മൾ മുൻകൂറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ റൈസ് കട്ട പിടിക്കാൻ പാടില്ല. അപ്പം അതിനാണ് നമ്മൾ ഏലക്ക അത്യാവശ്യം ഏട്ടം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പട്ട, ഗ്രാമ്പു, പട്ട, നമ്മൾ ബേ ലീഫ് ഇത്രയും കൂടി അതിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അളവനുസരിച്ച് നമ്മൾ എത്ര കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അത്രയും നല്ല മണമായിരിക്കും, ടേസ്റ്റും കിട്ടും. ക്യാരറ്റ്, ക്യാപ്സിക്കം, തൊണ്ടമുളക് 2ആയിട്ട് കീറിയതാണ്. അപ്പോൾ അത്യാവശ്യം അതിനകത്ത് ഇടുകയാണ്. ഒരു ചെറുനാരങ്ങ കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരെണ്ണം മതിയാവും. അതിന് 2 പീസും കൂടെ നമ്മൾ നന്നാക്കി പിഴിഞ്ഞ് റൈസും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഏത് പരുവായെന്ന് നോക്കാം. അരപ്പരുവായിട്ടുണ്ടെന്ന് തോന്നുന്നു. അരപ്പരുവായിട്ടുണ്ട്. നമുക്കൊരു 3/4 വേവ് മതിയാവും. ബാക്കി നമ്മൾ വാരി വയ്ക്കുമ്പോൾ തന്നെ, ദമ്മടിക്കുമ്പോൾ തന്നെ ആ ഹീറ്റ് ഇരുന്നിട്ടാണ് ബാക്കി റൈസ്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവിടെ 3/4 പരുവം ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ തന്നെ ഇതിനെ കോരി മാറ്റാം, ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഇപ്പം തന്നെ കോരി മാറ്റിയാലേ ആ ആവിയിൽ നിന്നാണ് ബാക്കി സെറ്റാവുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇറക്കാം. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ്. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, ഒരുപാട് വേണ്ട. ആയിട്ടുണ്ട്. നമുക്കിനി കോരി എടുക്കാം. കൂടാതെ കാഷ്നട്ട് നമുക്കതുപോലെ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചെടുക്കണം. ഇതുണ്ട്, മതി. നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ബിരിയാണിക്കുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിതിന് അഡീഷണൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും കൂടി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബേസിൽ കുറച്ച് ഡാൽഡയാണ്, അതിനകത്ത് ചൂടാക്കി എടുത്തതാണ്. ശകലം ഒഴിച്ചു. കൂടെ കുറച്ച് കാഷ്നട്ടും ടൂട്ടി ഫ്രൂട്ടിയും
ഇത് ഞാൻ അഡീഷണൽ എടുത്തതാണ്. നമ്മൾ ഒരു ലെയർ അതിനൊന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ റൈസ് ഉടഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് പരുവമാണ്. നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. കൂടാതെ നമ്മൾ സെക്കൻഡ് ലെയറും അതുപോലെ കുറച്ച് ഡാൽഡ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിനകത്ത് വാനില എസൻസ് ഒഴിക്കാറുണ്ട്, പൈനാപ്പിൾ എസൻസ് ഒഴിക്കാറുണ്ട്, ബിരിയാണി എസൻസ് ഒഴിക്കാറുണ്ട്. നമ്മൾ ഇതിനകത്ത് ഡാൽഡ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യണുള്ളൂ. സെക്കൻഡ് ലെയറിലും അതുപോലെ നമുക്ക് ശകലം ഇടുക. ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് നോക്കുക. അതിൻ്റെ ടോപ്പിൽ നമ്മൾ ടോപ്പിംഗ് അതുപോലെ നമ്മൾ നൻപ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് കൊടുത്ത ഫുൾ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക.